ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏത്തപ്പഴമാണ്, നേന്ത്രപ്പഴം എന്നും കൂടിയും പറയും. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പുഴുങ്ങി ഒരു 10 മിനിറ്റ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കറുത്ത സീഡ് കളയണം. പിന്നെ നാരുണ്ടെങ്കിൽ അതും കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഇനി വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ചെറിയൊരു പീസ് ബട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞാവയ്ക്ക് ബനാന കഴിക്കാൻ നല്ല മടിയായിട്ടുണ്ട്, ഒരു രീതിയിലും ബനാന പുഴുങ്ങി കൊടുത്തിട്ട് കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കൗ മിൽക്ക് കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കൗ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിച്ചുന് കൗ മിൽക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സാധാ വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം വെറുതെ അടിച്ചെടുത്തിട്ട് പിന്നെയാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൗ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും തിക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നിച്ചുന് ഇത് ഞാൻ സ്നാക്സ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കുഞ്ഞുവാവയ്ക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിച്ചുന് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഫുഡാണ്. ഏത്തപ്പഴം വെച്ചുള്ള വേറെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, തേങ്ങാപ്പാലൊക്കെ ഉള്ളത്. നിച്ചുന് ആദ്യം അതൊക്കെ ഞാൻ കൊടുത്തിരുന്നു. കുറച്ചെല്ലാം ഇപ്പോൾ അത് കഴിച്ചവൾക്ക് മടുപ്പായി തുടങ്ങിയപ്പോഴാണ് ബട്ടർ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് അവൾക്കിപ്പോൾ ഇഷ്ടമാണ്. എത്ര നാളത്തേക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല. കുട്ടികളുടെ കാര്യമാകുമ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.